പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളെ ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനം പറയട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്ക, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? മത്തായി സുവിശേഷം 7-ാം അധ്യായം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ഇതിനു മുൻപുള്ള ചില ആഴ്ചകളിൽ ഞാൻ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ കൈകാര്യം ചെയ്യുന്ന അധ്യായങ്ങളാണ് ഈ 3 അധ്യായങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതും വളരെ അത്യാവശ്യവുമായ ചില കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, അതിനുള്ള നേരം നമുക്ക് കുറവായതിനാൽ വായിച്ച വാക്യത്തിൽ നിൽപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. 3-4 വാക്യങ്ങളിൽ 2 ചോദ്യമായിട്ടാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. 2 ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 2 ചോദ്യം ഇതാണ്. ഒന്ന്, സ്വന്തം കണ്ണിൽ കോലോർക്കാതെ സഹോദരൻ്റെ കണ്ണിൽ കരട് നോക്കുന്നത് എന്ത്? മറ്റുള്ളവരുടെ കണ്ണിൽ കരട് നോക്കുന്നത് എന്ത്? നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ കരട് നോക്കുന്നത് എന്ത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരനോട് നിൽക്കാം, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം ഞാൻ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം നാം നമ്മിലേക്ക് തന്നെ നോക്കുക, അതിനുശേഷം മറ്റുള്ളവരിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിയട്ടെ. ഇവിടെ നമ്മുടെ കണ്ണിൽ കോൽ ഇരിക്കെ, വേറൊരു ഭാഷാന്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മരകഷ്ണം. കണ്ണിൽ മരകഷ്ണം ഉള്ളപ്പോൾ, ഇന്നൊരു ഭാഷാന്തരത്തിൽ ഉത്തരം, ഈ വീടിൻ്റെ ഉത്തരം കണ്ണിൽ ഇരിക്കുമ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, ഈ 2 വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ 2 ചോദ്യം നമ്മിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുന്നു. നാം നമ്മെ തന്നെ നോക്കുവാനായിട്ട് ഇടയായിത്തീരണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വാക്യം അല്ലെങ്കിൽ വചനം നിങ്ങളോട് അറിയിക്കുന്നത്. പലപ്പോഴും നാം മറ്റുള്ളവരുടെ കുറവുകൾ, കുറ്റങ്ങൾ, അവരുടേതായ പ്രശ്നങ്ങളിലേക്കാണ് നാം പലപ്പോഴും വിരൽ ചൂണ്ടുന്നത്. എന്നാൽ നമ്മുടെ കണ്ണിലിരിക്കുന്ന ആ മരക്കഷണം, ഉത്തരം, കോല്, അത് ഇതുവരെയും കാണുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് മറച്ചു വെച്ചുകൊണ്ട് സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയുന്നത് എങ്ങനെയെന്ന് ഒരു ചോദ്യവുമായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ ബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും വിധികർത്താക്കളായിട്ടല്ല ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, അവൻ്റെ സാക്ഷികളായിട്ടാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്ന നാം എല്ലാം വിധികർത്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ വിധിക്കുക, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുക, അതിനുവേണ്ടി സമയവും പണവും
മറ്റു കാര്യങ്ങളും ചെലവഴിച്ച് മറ്റുള്ളവരുടെ കരട് എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറിയിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യം നമ്മിലേക്ക് നാം നോക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരെ വിധിക്കുവാൻ ഞാനും നിങ്ങളും ആരാണ്? ഹല്ലേലൂയ. നമുക്ക് പല കുറവുകളും പല പ്രശ്നങ്ങളും നമുക്ക് ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയുവാനാണ് നാം പരിശ്രമിക്കുന്നത്. എന്നാൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ വിധിക്കുവാനല്ല, നാം നമ്മുടെ കണ്ണിലെ ആ മരക്കഷണം, ആ ഉത്തരം അല്ലെങ്കിൽ ആ കോൽ എടുത്ത് കളയുവാൻ നാം ശ്രമിക്കണം. നമ്മുടെ കണ്ണിലെ കോൽ എടുത്ത് കളയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ കരട് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ണാശുപത്രിയിലേക്ക് നിങ്ങൾ പോയി അവിടെ ഒരു ഡോക്ടറെ പോയി കണ്ടു. ആ ഡോക്ടറുടെ കണ്ണിൽ വലിയ പ്രതിസന്ധികൾ ഇരിക്കുമ്പോൾ, ആ കണ്ണിൽ ഇതുപോലെ ഈ വചനം പറഞ്ഞതുപോലെ തന്നെ ഒരു കോലിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്നായി കാണുവാനായിട്ട് കണ്ണട എഴുതി കൊടുക്കുന്ന ഒരു ഡോക്ടറോട് തുല്യപ്പെടുത്തി വേണമെങ്കിൽ ഈ വചനത്തെ കാണുവാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ കണ്ണിൽ കരട്, പക്ഷെ നമ്മുടെ കണ്ണിലിരിക്കുന്ന കോല് അതിനേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ളതാണ് നമ്മുടെ കണ്ണിലിരിക്കുന്നത് എന്ന് നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വിധികർത്താക്കളായിട്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുവാൻ വേണ്ടിയിട്ടല്ല ഒരു ക്രിസ്തു ശിഷ്യൻ മുതിരേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി മുതിരേണ്ടത്. അതിന് പകരം തന്നിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരിക. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. എൻ്റെ കണ്ണിലെ കോല് ഞാൻ എടുത്തു കളയുവാൻ ശ്രമിക്കുക. അതിനുശേഷം മറ്റുള്ളവരുടെ കരട് എടുക്കുവാനായിട്ട് നാം ശ്രമിക്കുക. ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീർന്നു. അതെങ്ങനെയാണ്? ഇങ്ങനെ കണ്ണിൽ കോല് വെച്ച് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് എടുത്ത് കളയുവാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന ഒരു പേരാണ് അടുത്ത വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. 5-ാം വാക്യത്തിൽ കപടഭക്തിക്കാര. കപടഭക്തിക്കാര എന്ന് പറഞ്ഞാൽ കണ്ണിൽ വലിയ കോലും വെച്ച് മരക്കഷ്ണവും വെച്ച് സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ ശ്രമിക്കുന്നവരെ വിളിക്കുന്ന ഒരു പേരാണ് കപടഭക്തിക്കാര. കപടഭക്തിക്കാര. മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളവാൻ വെടുപ്പായി കാണും. ആദ്യം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്താതെ, നാം നമ്മെ തന്നെ വിധിക്കാതെ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമുക്ക് പേര് പറയുന്നത് കപടഭക്തിക്കാര എന്നാണ്. ഇന്ന് പല ക്രിസ്ത്യാനികളും എന്ന് പേർ കൊണ്ടവർ, ആത്മീകർ എന്ന് പറയുന്നവർ, അവർ സ്വന്തം കണ്ണിൽ വലിയ മരക്കഷ്ണങ്ങളെ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കരട് എടുത്ത് കളയുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആരംഭത്തിൽ തന്നെ, ഈ വചനം എന്നെയും ശോധന ചെയ്യുന്നു. ഞാനും ഈ വചനത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ കോലുകൾ എടുത്തു കളഞ്ഞുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരുടെ കരട് എടുത്തു കളയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാനും ആ ലിസ്റ്റിൽപ്പെട്ടവനാണ്, കപടഭക്തിക്കാരൻ്റെ ലിസ്റ്റിൽപ്പെട്ടവനാണ്. നാം പലതും മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ട് പോകുന്നത്. മുതൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നമ്മുടെ കണ്ണിലെ മരക്കഷ്ണം എന്താണെന്ന് മനസ്സിലാക്കി അത് എടുത്ത് കളഞ്ഞതിന് ശേഷം മറ്റുള്ളവൻ്റെ കരട് എടുത്ത് കളയുവാൻ നീ ശ്രമിക്കുമ്പോൾ വചനം പറയുന്നു വെടിപ്പായി കാണും. അപ്പോഴാണ് വെടിപ്പായി കാണുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിൽ മരക്കഷ്ണം വെച്ച് നമ്മൾ മറ്റുള്ളവൻ്റെ കരട് നോക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
ഒന്നും കാണുവാൻ കഴിയുന്നില്ല, നീ പറയുന്നതൊക്കെയും അസത്യങ്ങളായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലായത്. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്ന ജനത്തോട് യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്, ആദ്യം നിന്റെ കണ്ണ് നിന്നിലേക്ക് പോകട്ടെ. നാം എല്ലാ ദിവസവും കണ്ണാടി നോക്കി നമ്മളെ ക്രമീകരിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് കാണുവാൻ കഴിയാത്ത ചിലത് ഉണ്ട്. ഹല്ലേലൂയ. അത് കണ്ണാടിക്ക് മനസ്സിലാകില്ല. അത് ദൈവവചനത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് കഴിയുകയുള്ളൂ. കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്ന് നമ്മുടെ പുറത്തുള്ള ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് കഴിയും. പുറത്തുള്ള വൃത്തിഹീനമായ കാര്യങ്ങളെ നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും. പക്ഷേ നമ്മുടെ കണ്ണിലെ കോല് അത് കാണണമെങ്കിൽ ദൈവവചനത്തിലേക്ക് തിരിയണം. ദൈവവചനമാണ് അതിന് പരിഹാരം കൊണ്ടുവരുന്നത്. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലേക്ക് നീ തിരിച്ചു വരണം. യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവവചനത്തിലേക്ക്, ദൈവവചനവുമായി നീ കടന്നു വരുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം നിൻ്റെ കുറവുകളെ നീക്കി നിന്നെ ശുദ്ധീകരിക്കും. കാരണം വചനം പറയുന്നു, വചനം ശുദ്ധീകരിക്കുന്നതാണ്. പൊന്നെ ശുദ്ധീകരിച്ച് പുറത്തെടുക്കുന്നത് പോലെ ഒരു മനുഷ്യനെ ശുദ്ധീകരിച്ച് അവൻ്റെ കുറവുകളെ മനസ്സിലാക്കി അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളതാണ് തിരുവചനം. ആ വചനത്തിലേക്ക് നീ തിരിയണം. ആ വചനവുമായി നിന്നെ കമ്പയർ ചെയ്യണം. ആ വചനവുമായി നിന്നെ തുലനപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു വലിയ പ്രസംഗമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഒരു ചെറിയ കാര്യം മാത്രമേ പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തി, അത് എന്നോടും കൂടെ ശക്തമായി സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ വിധികർത്താക്കളല്ല, നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരാണ്. ഒരിക്കലും നമ്മൾ വിധികർത്താക്കളായി മാറരുത്. നാം ആദ്യം നമ്മുടെ കണ്ണിലെ കോല്, ആ മരക്കഷണത്തെ എടുത്ത് കളയുക. അപ്പോൾ എല്ലാം വെടിപ്പായി തോന്നും. ഇല്ലെങ്കിൽ കപടഭക്തിക്കാര എന്നുള്ള പേരാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. കപടഭക്തിക്കാരൻ. വചനം പറയുന്നു, നീ അങ്ങനെ ചെയ്യുന്ന വിധികർത്താവാണെങ്കിൽ, നീ വിധിക്കുന്നവനാണെങ്കിൽ, നിന്റെ സഹോദരൻ്റെ കരട് എടുക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ കപടഭക്തിക്കാരനാണ്. അതുകൊണ്ട് ആദ്യം നമ്മിലേക്ക് തിരിയാം. ആദ്യം നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം ദൈവത്തിൻ്റെ വചനവുമായി നമ്മെ തുലനം ചെയ്തു നോക്കാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ കരട് എടുത്തു കളയുവാൻ, മറ്റുള്ളവരെയും ഇതിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു, ദൈവവചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് നമ്മെ വെടിപ്പുള്ളവരാക്കി മാറ്റുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് മാത്രമേ നമ്മുടെ കുറവുകളെ തീർക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മളെ ശുദ്ധിയുള്ളവരായി പുറത്തു കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. കപടഭക്തിക്കാരുടെ ലിസ്റ്റിൽ പെടാതെ നാം നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണിലെ കോലെടുത്ത് കളഞ്ഞ് അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളോട് സംസാരിച്ചു ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. പലരും കാണാതെ പോകുന്ന പല കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവശങ്ങൾ ഇരിക്കുമ്പോൾ
ഞങ്ങളുടെ കണ്ണിൽ കോലുകളും മരക്കഷ്ണം ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ വിധിക്കുവാൻ ഞങ്ങൾ ആരാണ് കർത്താവേ? ഒരിക്കലും കപടഭക്തിക്കാരുടെ ആ പേരിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടരുത് കർത്താവേ. ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവശങ്ങൾ കണ്ടുപിടിച്ച് ദൈവവചനവുമായി അതിനെ തുലനം ചെയ്ത് ഞങ്ങളെ വെടിപ്പാക്കി അങ്ങേക്ക് പ്രയോജനമുള്ള പാത്രങ്ങളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധികർത്താക്കളായിട്ടല്ല കർത്താവേ, അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ നാമം പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.